എന്റെ അമ്മേ. ശത്രുവിനെ മര്യാദ പഠിപ്പിക്കാൻ രാമനാഥനെ കാര്യസ്ഥനായിട്ട് നിയമിച്ചിരിക്കുന്നു പോലും. അവനെന്തുണ്ടാക്കാനാ? ആ കിഴവനെയാന്ന് തല്ലിയപ്പോ അവന്റെ മോന്തക്കിട്ട് വന്ന് പിടയ്ക്കാൻ എന്റെ കൈ തരിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാം, രാമനാഥൻ ആ തരിപ്പ് തീർത്ത് കളഞ്ഞു. കുട്ടാ, നീ എണ്ണ അളന്നാ മതി. കൂടെ കൂടെയുള്ള നിന്റെ ഈ എണ്ണയിടിയിൽ വേണ്ട കേട്ടോ. ഓ, കൊറേ അനന്തരവന്മാരും സംബന്ധക്കാരും നിങ്ങളുടെയൊക്കെ പിടിപ്പുകളും കൊണ്ട് ആ തറവാടിൽ ഈ തോന്നിയാസമൊക്കെ നടക്കണത്. പകലന്തിയോളം മാട് പോലെ പണിയെടുക്കും. ശമ്പളവുമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. നാണമില്ലേ നിങ്ങക്ക്? കൈ നാണിക്കാൻ എന്തിരിക്കണു? കൗപീനം ചുറ്റിട്ടുണ്ട്. തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. കാര്യസ്ഥനെ നിയമിച്ചിരിക്കുന്നു. കാര്യസ്ഥനാകാനുള്ള യോഗ്യത എനിക്കില്ലേ? എന്താ മാധവന്റെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ആ, സദാശിവ നേർക്കോ? ഓ, ഞാൻ ഇതുപോലൊക്കെ തന്നെ കഴിഞ്ഞോളാവേ. ആ, ശ്രീധരനൊന്നും പറയാനില്ലേ? ചന്നന്മാര് അത് വെറുതെ. അതെ, തറവാട് നിറയെ കുട്ടികളുണ്ടല്ലോ. അച്ഛാ, ഈ ശത്രുങ്ങൾ എന്താ പറയണേ? ശത്രു അല്ലേ മോനെ, ശത്രുത ഉണ്ടാക്കാനല്ലേ നോക്കൂ. മോൻ വേഗം കുളിച്ചു കയറ്. ആ, അളിയനെ കാത്തിരിക്കുകയായിരുന്നു. വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്നെ കാര്യസ്ഥനാക്കണ്ട. അളിയനല്ലേ തറവാടിലെ മൂത്ത അനന്തരവൻ. അളിയൻ എന്താ തടിപിടിക്കില്ലേ? ബുദ്ധിയില്ലേ? വൈഭവമില്ലേ? അളിയനുള്ളപ്പോ മേൽനോട്ടത്തിന് പുറത്തുനിന്ന് ഒരാളെ ആവശ്യമുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നേ. കാര്യം കഴുത പറഞ്ഞാലും കേക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യ. എന്നെ കുറച്ചുകൂടി ആവാല്ലേ? ആവാം. ശത്രുവളിയം പറയുന്നതിലും അല്പം കാര്യമൊക്കെ ഉണ്ട്. കാര്യമുണ്ട്, പക്ഷെ ഇത് വല്യമ്മാമയോട് പറയാൻ ആർക്കാ ധൈര്യം? എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ പറയാം. വേണ്ട, വല്യമ്മാമയുടെ അടുത്ത് നമ്മളിപ്പോ നേരിട്ട് പോണ്ട. പ്രശ്നം നമുക്ക് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാം. തൊഴിലാളികൾക്ക് ശമ്പളത്തൊക്കെ പ്രത്യേകം മാറ്റിവെക്കണം. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വന്നാലും അതിന് വകുത്തുണ്ടാവണം. രാമനാഥനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അടുക്കള ചെലവിനുള്ള തുക. ഓ, തന്നേക്കാം. ചിക്കനും മട്ടനും കൂട്ടിയിട്ടൊന്നുമല്ല ഊണ്. എന്നും ഒരു അരയോടമ്പ് സാമ്പാറും 3 കൂട്ടം തൊലിഞ്ഞ് കറിയും. അതിന് ഇത്രയും തുക വേണോ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. കുട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ ഇല്ലാതെ പറ്റില്ല. അൽശേഷൻ ഇറച്ചി വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ട്. കൂട്ടത്തിൽ മാഷ കാര്യം പരിഗണിക്കാം. കുറച്ച് പണം വേണ്ടി വരും. വെളിച്ചെണ്ണ മില്ലിലെ മെഷീൻ കേടായിരിക്കുക. ടെക്നീഷ്യന്മാര് കോഴിക്കോട് എത്തും. ഏർപ്പാടാക്കിണ്ട്. മെഷീൻ കേടായതാണോ കേടാക്കിയതാണോ? എന്തായാലും അതിന്റെ പേരിലും കുറെ വെട്ടി വീഴാമല്ലോ. ഹലോ, ആ രജിസ്റ്റർ ഇങ്ങോട്ട് വെച്ചേട്ടെ. ഞാനും ഒന്ന് നോക്കട്ടെ. ഇവിടെ എത്ര പണം വരവുണ്ട്, ഏതെല്ലാം മാർഗത്തിലൂടെ വരുന്നു, എത്ര ചോർച്ചയുണ്ട് ഒക്കെ എനിക്കൊന്നും അറിയണല്ലോ. ഒക്കെ അറിയേണ്ടവരറിഞ്ഞാ മതി. രാമനാഥ, എന്നെ കൊണ്ട് ഒരു ശല്യവും തനിക്കുണ്ടാവില്ല. പിന്നെ സത്യം പറയാലോ, ശീലിച്ചു വന്ന ചിട്ടകളിൽ നിന്നും പെട്ടെന്ന് വിട്ടുമാറാനൊരു ബുദ്ധിമുട്ട്. വല്ലപ്പോഴും ഓരോ സിഗരറ്റ്, 2 സ്മോള്, കുറച്ച് ചിക്കൻ, ഇതിനൊക്കെ പണം വേണമല്ലോ. അത് വേണം. വൗച്ചർ എഴുതി പണം കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ. 250 രൂപ രാമനാഥൻ എനിക്ക് തന്നാൽ 500 റുപ്യയുടെ വൗച്ചർ എഴുതി ഞാൻ ഒപ്പിട്ട് അങ്ങോട്ട് തരാം. എങ്ങനെയുണ്ട്? അതായത് 50-50. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. സാർ എഴുന്നേക്കണം, എഴുന്നേക്കണം സാറേ. പിന്നെ തോളിലിരുന്നുകൊണ്ട് ചെവി അടിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കൂല. നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട മുതലാണെന്ന് കൂട്ടിക്കോ. അത് ചോർത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. സാർ പോണം. നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിവിടെ കുറെ പണിയുണ്ട്. ശല്യപ്പെടുത്തരുത് സാർ. ഞാനൊരു മര്യാദക്കാരനാ. പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും. പിന്നെ മോക്കോ അടച്ച തല്ല്. അല്ല, സാറിന് തല്ലൊന്നല്ല, എന്നാലും രക്തം തിളച്ച തല്ലി പോവും. അതൊരു ദുശീലായി പോയി. പ്രായത്തിന്റെ കുഴപ്പമാണേ. നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു? മറിച്ചിടരുത്. കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ ഈ ശത്രുവാ പറയുന്നത്. നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ അന്ന് ശംഖുമാമനെ തല്ലിയ വകയിലൊരു കടം ബാക്കിയുണ്ട്. അത് ഞാൻ സമയമാകുമ്പോ തന്നോളാം. നമുക്കൊരു കാര്യം അങ്ങോട്ട് ബോധിപ്പിക്കാനുണ്ട്. കേൾക്കട്ടെ. രാത്രിയിലെ കഞ്ഞിക്ക് പകരം ചപ്പാത്തി മതി എന്നൊരു അഭിപ്രായം പൊന്തി വന്നിട്ടുണ്ട്. നോമന് ശക്തമായിട്ട് അങ്ങോട്ട് എതിർക്കണു. രാവിലെ നല്ല ശ്വാദനയ്ക്ക് കഞ്ഞി തന്നെയാ കേവം. താനവിടെ ഇരിക്കണോ കഞ്ഞി നമ്പൂരി? ഒരു അഭിപ്രായം പറയാച്ചാ. മനുഷ്യനെ നാണം കെടുത്താൻ മിണ്ടാതിരിക്കുന്നുണ്ടോ അവിടെ? തുടങ്ങി. ഇപ്രാവശ്യം ലോഡ് എത്തിയില്ലോ. എന്ത് പറ്റിയവളെ ശങ്കരൻകുട്ടിക്കും കൂട്ടിരിക്കും? ബീരാൻകുട്ടിക്ക, പിന്നെ ഒരു മിനിറ്റ്, ഇതെന്താണ്ടത്? കളിമണ്ണ് ഉരുട്ടിയതാ. എന്റെ തലയിലെ കളിമണ്ണൊന്നും അല്ലല്ലോ, നല്ല അസല് കളിമണ്ണല്ലേ? ആ, അല്ല ഉണക്കിയിട്ടില്ലേ? ആ, നന്നായിട്ട് ഉണക്കി. ആ, അതുകൊണ്ട് ഉയിന്ന് ചേർത്തിക്കാളാ. എല്ലാം കൂടി അടങ്ങാറുണ്ടാക്കണ്ട. 10 കിലോ ഉയിന്നിന് 1 കിലോ എന്നുള്ള കണക്ക് ചേർത്താ മതി.
കള്ളക്കച്ചവടം നമുക്കില്ലല്ലോ. അല്ല, പൂയി മണൽ വന്നില്ലേ? പറഞ്ഞുണ്ട്. എന്താണ്ട് ഇതൊക്കെ എത്ര ഡിലേ? പൂയി മണൽ വന്നിട്ട് വേണ്ടേ പഞ്ചായത്താക്കി നമുക്ക് ഇവിടുന്ന് ലോഡ് അയക്കാൻ? ആ പോയിക്കോ. ആ പിന്നെ ആ മുളക് പൊടിയിൽ ചെങ്കൽപ്പൊടി ചേർത്തിട്ട് ഞാൻ വന്നിട്ട് മതി കേട്ടോ. ആ കുറെ എണ്ണ ഉണ്ട്, ഒരു വിവരവും ഇല്ല. അരി ചേർത്തന്നെ പരിപ്പ് ചേർത്തു, പരിപ്പ് ചേർത്തന്നെ പഞ്ചാര ചേർത്തു, എന്നിട്ട് അവസാനം മായം ചേർത്തെന്നുള്ള ചീത്തപ്പേര് അമ്മക്കും. അല്ല മുതലാളി, ഉഴുന്നിലെ അരിയിലേക്ക് എന്താ ചേർക്കണേന്ന് മനസ്സിലായി. നാളികേരത്തിൽ എന്താ ചേർക്കണേ? ക്രിക്കറ്റ് ബോളോ അല്ല ടെന്നീസോ? അതൊന്നും എന്നോട് പറയാൻ പറ്റൂല, അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. അല്ല, ആരാണപ്പൊ ഈ പുതിയ ആള്? ഹ, ഇതാണ് പയ്യാരത്തെ പുതിയ കാര്യസ്ഥൻ. ആ, സാധനങ്ങൾ എത്ര വേണമെങ്കിലും കൊണ്ടുവന്നോളി, അതിപ്പോ എന്നൊന്നുമില്ല. ഇനി വാഴക്കൊലാണെങ്കിലും വീരാൻകുട്ടി എടുക്കും. വാഴക്കൊല്ലിൽ എന്താ ചേർക്കാ? വാഴക്കൊല അല്ല, എന്റെ തല. അപ്പൊ കാര്യസ്ഥര് മാസം ലോഡ് ഇറക്കുന്നില്ലേ? പകുതി വിലയെ തരുന്നുള്ളൂ എന്നൊരു പരാതിയുണ്ടേ. അരിയും നാളികേരവും വെളിച്ചെണ്ണയൊക്കെ പയ്യാരത്തിന് മൊത്തമായിട്ട് ഇറക്കി തരാം, പക്ഷെ ന്യായമായ വില കിട്ടണം. ഈയാണ് ശരിക്കും കാര്യസ്ഥൻ. വീരാൻകുട്ടി എടുത്തോളാം. എന്നാ കച്ചവടം പത്മനാഭൻ നായർ നേരിട്ട് നടത്തും. അല്ല, പത്മനാഭൻ നായരോ? ആ. മൂപ്പരെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവിടെ ഒരു തരികിടി നടക്കൂലെന്ന് കേട്ടിട്ടുണ്ട്. ആ, പത്മനാഭൻ നായരിലെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് വീരാൻകുട്ടിക്കോട് തറവാട്ടിലോട് ചെല്ലാനും പറഞ്ഞു. അല്ല, അതിപ്പോ എന്തിനാണ്? ഇനി ഒരു വർഷത്തേക്ക് എല്ലാം കൂടി മൊത്തമായിട്ട് ചാർത്തി കൊടുക്കാനിരിക്കുകയല്ലേ മൂപ്പര്. ഇക്കാക്ക് വേണോ? വേണമെന്നോ? ഇന്റെ മമ്പർത്തെ തങ്ങളെ അപ്പൊ ഒരു നേർച്ച വലിച്ച്. അല്ല, എപ്പോഴാ നമ്മള് വരണ്ടേ? അടുത്ത ഞായറാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക്. തീർച്ചയായിട്ടും വരണേ, മൊത്തത്തിൽ എടുത്തിട്ട് അങ്ങോട്ട് ചാർത്തി തരാം. അല്ലെങ്കിൽ എനിക്ക് രണ്ട് സമയം നല്ലതാ, ഞാൻ വരും. ആ. നമസ്കാരം. നമ്മൾ വീരാൻകുട്ടിയാ. നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കോടി പുണ്യം ചെയ്ത ആളല്ലേ. നിങ്ങളെ കാണാൻ കൂടിയത് തന്നെ നമ്മളെ മഹാഭാഗ്യ. അങ്ങോട്ടിരിക്കുക. ഓ, ആദ്യ സംഗതി ഒന്ന് കലങ്ങട്ടെ, സമയമാകുമ്പോ നമുക്ക് പോയി കൊളാക്കാം. ധൃതി വെക്കാതെ. വലിയ ഭൂസ്വത്തും കാര്യമൊക്കെ ഉള്ള ആളാവുമ്പോ പെരുത്ത് ഗൗരവക്കാരനാണെന്നാ കരുതിയത്. പക്ഷെങ്കില് നിങ്ങൾ വളരെ സിമ്പിൾ ആണല്ലപ്പാ. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അങ്ങനെ. അല്ല, അരിയും നാളികേരും വെളിച്ചെണ്ണൊക്കെ മൊത്തമായിട്ട് നമുക്ക് ചാർത്തി തരാൻ പോണെന്ന് കേട്ടു, ശരിയാണോ? അല്ല, രക്ഷപ്പെട്ട്. നമ്മള് നേരെ വട്ടത്തിൽ ഒരു ഹോൾസെയിൽ ബിസിനസ് ആണേ. നിങ്ങൾ നമ്മളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ആട്ടെ, എന്താ നിങ്ങൾ നമ്മളെ പറ്റി കേട്ട്? എല്ലാം മായ. പടച്ചോനെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നമ്മള് മായം ചേർക്കല്. പക്ഷെ ഒക്കെ ഒരു നേരെ വട്ടത്തിലേ ഉള്ളൂ കേട്ടോ. പക്ഷെ കച്ചവടത്തിന് വീരാൻകുട്ടി സത്യസന്ധന, അതിന് നമ്മൾ ആരും കുറ്റം പറയില്ല. ഗോവിന്ദൻകുട്ടിയെ, ശ്രീധരോ, അളിയോ, എന്തായിട്ടാ വീരാൻകുട്ടിക്ക് വന്നിരിക്കണു? എവിടെ? ഭൂമുഖത്തിരിക്കണു. അയാളെന്താ ഇവിടെ വന്നത്? പൊല്ലാപ്പായോ? എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കള്ളക്കളി മുഴുവൻ വെളിച്ചത്താവും. വാ. വെളിച്ചെണ്ണയിൽ ലേശ റബ്ബർ കുരുവിന്റെ നീര്. അതിപ്പോ അത്ര വലിയ തെറ്റാ. ഇതെന്താ എന്ത് ചോദിച്ചാലും ഉവ് ഉവ് ഉവ്. അല്ല, ഉവ് റിക്കാർഡ് ചെയ്തിരിക്ക? അല്ല, വീരാൻകുട്ടിക്കായോ? വരണം വരണം. ഇത് നിങ്ങളുള്ള കച്ചവടം ഒന്നും വേണ്ടപ്പാ. തല ഇരിക്കുമ്പോ മാലാടരുതല്ലോ. ഇനി കച്ചവടം പത്മനാഭൻ നായരിട്ടാ. അയ്യോ, ഇക്ക ഇത് പത്മനാഭൻ നായരല്ല, കോന്തുണ്ണി നായരാ. ഒരു നിർവികാര ബ്രഹ്മം. അല്ല, നിങ്ങൾ ഓന്തുണ്ണി ആരാ? അച്ഛനെ അമ്മ വിളിക്കുന്നുണ്ട്. വല്ല കാര്യം എന്നോട് പറഞ്ഞാ പോലെ ഞാൻ നടന്നോളൂലേ. ഇക്ക എന്ത് വേണ്ടതിനെ കാണിച്ചേ? തറവാട്ടി വരാൻ ആരാ പറഞ്ഞേ? സുയിപ്പാക്കല്ലേ ശങ്കരകുട്ടി, ഞാൻ പത്മനാഭൻ നായർ വരാൻ പറഞ്ഞിട്ട് വന്നതാ. എവിടെ പത്മനാഭൻ നായര്? പപ്പനാഭൻ താരല്ലേ? വാ, അപ്പുറത്തോണ്ട് ഞാൻ കാണിച്ചു തരാം. വാ. അല്ലതാര് വീരാൻകുട്ടിക്കോ? പത്മനാഭൻ നായരല്ലേ കണ്ടത്? അതെ. അപ്പുറത്തോണ്ട് വാ. ഇവൻ പറയണത് കേക്കണ്ട. പത്മനാഭൻ നായർ അപ്പുറത്താ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊരു പൊല്ലാപ്പായല്ലോ. പൂമുഖത്തൊരു പത്മനാഭൻ നായര്, അപ്പുറത്തൊരു പത്മനാഭൻ നായര്, ഇപ്പുറത്തൊരു പത്മനാഭൻ നായര്. ഇതെന്താ പത്മനാഭൻ നായരിലും പായോ? ഒറിജിനൽ പത്മനാഭൻ നായർ ഞങ്ങൾ കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നു. ഇത് മൈദമാവിൽ കപ്പപ്പൊടി ചേർത്ത് വീശുന്ന പൊറാട്ട പോലെ ആയാലും എന്റെ ഗതി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതാണ് സാക്ഷാൽ പത്മനാഭൻ നായർ. എന്താ പറയണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാ. അതെയോ? നിങ്ങൾ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? താനാരാ? ഞാൻ വീരാൻകുട്ടി ഒറിജിനല്. നിങ്ങൾക്ക് നമ്മളോട് നേരിട്ട് കച്ചവടം ചെയ്യാൻ മോഹണ്ടെന്ന് പറഞ്ഞു. കച്ചവടം? അതെ. എന്ത് കച്ചവടം? ഇത് നല്ല ന്യായം. ദേ, പയ്യാരത്തുനിന്ന് മാസം തോറും 10-15 ട്രക്ക് അരിയും നാളികേരും വെളിച്ചെണ്ണയും കയറ്റി അയക്കുന്നതേ മൊത്തമായിട്ട് എടുക്കുന്നത് ഞമ്മളാ. ഈ നിൽക്കണ നിങ്ങളെ കുട്ടികൾ തന്നെയാണ് നമുക്ക് സാധനം കൊണ്ടു തരുന്നത്. അത് ശരി. അപ്പൊ ഇതുവരെ സാധനങ്ങൾ കട്ടിട്ടാണ് എനിക്ക് കൊണ്ടുപോയി തന്നതല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് കക്കേ. പയ്യാരത്തെ തറവാട്ടിനെ പറ്റി നമ്മൾ അങ്ങനെ അല്ല കേട്ടത്. അതെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കച്ചവടം നമ്മൾ നേരിട്ടാവാം. ഇക്കങ്ങോട്ട് വന്നേ. കാരണവർ ഇരുന്നത് കണ്ടില്ലേ?
അതെന്താ? ഇരുന്നാ പിന്നെ കച്ചവടത്തിന് താല്പര്യമില്ലെന്നർത്ഥം. അപ്പൊ എന്നെ വിളിച്ചു വരുത്തിയതോ? അപ്പൊ നിൽക്കായിരുന്നില്ലേ? ചേടാ അതെന്താ, ഒരാളോട് എന്ത് ചോദിച്ചാലും ഉവ്വ് ഉവ്വ് ഉവ്വ്, വേറെ ആളോട് എടുത്ത് എന്താ കുഴപ്പം? അല്ല, തറവാട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, തടി കേടാക്കാതെ വേഗം സ്ഥലം ഒഴിവാക്ക്. അങ്ങനെ അങ്ങോട്ട് പോയാലോ? കുട്ടാ, ഈ കേസ് ഏറ്റെടുക്കും മോനെ. ഇത് വരാൻ പറഞ്ഞില്ലേ? നമുക്ക് ഇങ്ങനെ വേറെ കൂട്ടര് അനക്കൊന്ന് കേൾക്കണോ? കല്ലുണ്ടി കടപ്പുറത്ത് ചരലും പോയിണ്ടോ ഈ വീരാൻകുട്ടി അരി പഞ്ചാരി വിൽക്കും. എന്നാ താൻ പോയി വെക്ക്, പോ.